നമ്മൾ ആദ്യം പോകുന്നത് എറണാകുളം ആലുവയിലേക്കാണ്. അവിടെ മാർക്കറ്റ് നിർമ്മാണത്തിൽ തർക്കം പരിഹാരമില്ലാതെ തുടരുകയാണ്. നിലവിലുള്ള കെട്ടിടത്തിന്റെ ബലക്ഷയം ചൂണ്ടിക്കാണിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് 10 വർഷം മുൻപ് വ്യാപാരികളെ മാറ്റിയിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വന്തമായി നിർമ്മിച്ച ഷെഡിൽ വ്യാപാരം നടത്തുന്നവരെ അവിടെ നിന്ന് നീക്കാനാണ് നഗരസഭയുടെ ശ്രമം. നഗരസഭാ ഉദ്യോഗസ്ഥരും വ്യാപാരികളുമായുള്ള തർക്കവും ഇപ്പോൾ സ്ഥിരം സംഭവമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നിർമ്മാണവും പ്രതിസന്ധിയിലാണ്. ആലുവ നഗരഹൃദയത്തിൽ ഈ കാണുന്ന 3.5 ഏക്കർ സ്ഥലം, ഇതിൽ 60 സെന്റിലാണ് പുതിയ മാർക്കറ്റ് കെട്ടിടം പണിയാനിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പുതിയ വിവാദങ്ങൾക്ക് കാരണം. നിലവിലുണ്ടായിരുന്ന കെട്ടിടത്തിന്റെ ബലക്ഷയം ചൂണ്ടിക്കാട്ടിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നഗരസഭയുടെ തീരുമാനം. 50 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ്. പുതിയ കെട്ടിടം ഉടൻ നിർമ്മിക്കുമെന്ന വാഗ്ദാനത്തിൽ വ്യാപാരികളെ പുറത്തിറക്കിയിട്ട് വർഷം 10 കഴിഞ്ഞു. ഇതുവരെയും കെട്ടിട നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. സ്വന്തമായി നിർമ്മിച്ച ഷെഡുകളിലാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ആലുവയിലെ വ്യാപാരികൾ കച്ചവടം നടത്തുന്നത്. കെട്ടിട നിർമ്മാണത്തിന്റെ തുടർ നടപടികൾ ആരംഭിച്ചപ്പോൾ ഇതും പൊളിച്ചു മാറ്റണമെന്നാണ് നഗരസഭ പറയുന്നത്. ഒഴിപ്പിക്കൽ നടപടികൾക്കായി പോലീസുമായി നഗരസഭാ അധികൃതർ എത്തിയെങ്കിലും വ്യാപാരികളുടെ എതിർപ്പിനെ തുടർന്ന് പിന്മാറേണ്ടി വന്നു. ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ആകെയുള്ള ആശ്രയം എന്ന് വെച്ചാൽ മരിക്കൽ മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾ ഈ ചെറിയ നിസ്സാരക്കാരായ കച്ചവടക്കാർ ഞങ്ങൾ 5-6 വർഷം മുമ്പ് 1.5 ലക്ഷം രൂപ മുടക്കിയാണ് ഈ ഓരോ ഷെഡ് ഉണ്ടാക്കിയത്. ഇനിയും അവർ പറയണമെന്ന് വെച്ചാൽ അവർ എങ്ങും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഷെഡ് കെട്ടണം, അതിൻ്റെ പൈസ നമ്മൾ ഉണ്ടാക്കണം, പിന്നെ മാസം വാടക കൊടുക്കണം. ഇതൊക്കെ നടപടിയുള്ള കേസാണ്. ഞങ്ങൾക്ക് മരിക്കലല്ലാതെ വേറെ രക്ഷയില്ല. താൽക്കാലിക സൗകര്യമെന്നോണം സ്വകാര്യ വ്യക്തിയുടെ 1.25 ഏക്കർ സ്ഥലം വാടകയ്ക്കെടുത്ത് കച്ചവടം നടത്താനാണ് നഗരസഭ വ്യാപാരികളെ അറിയിച്ചത്. ഇതിനുള്ള വാടക തുകയും വ്യാപാരികൾ തന്നെ കണ്ടെത്തണം. എന്നാൽ നഗരസഭ നിർദ്ദേശിച്ച സ്ഥലം നിയമക്കുരുക്കിൽ കിടക്കുകയാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കച്ചവടക്കാരെ ഒഴിപ്പിക്കാതെയും സുഗമമായി കെട്ടിട നിർമ്മാണം നടത്താൻ മാർഗമുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഒഴിപ്പിക്കലുമായി നഗരസഭ മുന്നോട്ടു പോയാൽ ജീവിതം തന്നെ പ്രതിസന്ധിയിലാകുമെന്നും വ്യാപാരികൾ പറയുന്നു. കൊച്ചി കോർപ്പറേഷനിലെ പുതിയ മാർക്കറ്റ് നിർമ്മാണ വേളയിൽ വ്യാപാരികൾക്ക് ബദൽ സംവിധാനം കോർപ്പറേഷൻ തന്നെ ഒരുക്കി നൽകിയിരുന്നു. ഇതേ സംവിധാനം ആലുവയിലും കൊണ്ടുവരണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. ആലുവയിൽ നിന്ന് BS രാഹുലിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഒഴിപ്പിച്ചാൽ മാത്രമേ നിർമ്മാണം നടക്കൂ എന്ന് നഗരസഭയും പറയുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങളെ കച്ചവടം ചെയ്യാനും അരി വാങ്ങിക്കാനും കുടുംബം നോക്കാനുള്ള സംവിധാനങ്ങൾ നിലവിൽ തുടർന്നുകൊണ്ട് ഇത് ഇവിടെ കെട്ടിട സമുച്ചയം വരുന്നതിന് ഞങ്ങൾ അനുകൂലമാണ്. പക്ഷേ ഞങ്ങളിവിടെ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഏതോ ഒരു പ്രോപ്പർട്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അടിസ്ഥാന സൗകര്യം ഇല്ലാണ്ട് മാറ്റുന്നതിനോടാണ് ഞങ്ങൾക്ക് എതിർപ്പ്, ഞങ്ങൾക്ക് വിയോജിപ്പ്. ഈ ആലുവ മാർക്കറ്റ് ഏകദേശം 3.25 ഏക്കർ സ്ഥലത്തോളം ഉണ്ട്. ഇത് ഇവർ പണിയാൻ ഉദ്ദേശിക്കുന്നത് 60 സെൻറ്റ് സ്ഥലത്താണ്. അത് 60 സെൻറ്റ് സ്ഥലത്താണ് അങ്ങ് അറ്റത്താണ് മാർക്കറ്റിൻ്റെ അങ്ങേയറ്റം. അതിൻ്റെ ഫ്രണ്ടിൽ ഏകദേശം 2 ഏക്കറോളം സ്ഥലം കാലി സ്ഥലം കിടപ്പുണ്ട്. 2 ഏക്കറോളം ബാക്കി വരുന്ന സ്ഥലത്താണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഇപ്പം ഇന്ന് ഒരു പോലീസുകാരൻ തന്നെ ഇവിടുത്തെ കച്ചവടക്കാരൻ കൊണ്ട് ഒരു പോലീസുകാരാണ്. ഞങ്ങളെന്താ വല്ല കൊള്ളക്കാരാണ് കച്ചവടക്കാർ. അത് വേറെ വല്ല കേസിലും പിടിക്കപ്പെട്ട ആൾക്കാരാണ്. ആ മാതിരി പോലീസോട് വന്നു വെച്ച് അതും ഇവിടെ വന്നിട്ട് ഈ JCB അടക്കം വന്നിട്ട് ഒരറ്റം തുടങ്ങി പൊളിക്കാനുള്ള പ്ലാനിൽ അവർ വന്നു വെച്ചത്. ഏകദേശം ഒരു 50 വർഷത്തോളമായി ഇവിടെ വ്യാപാരം ചെയ്യാൻ തുടങ്ങി. ഏതാണ്ട് 201 രൂപ പ്രതിമാസം വാടകയ്ക്ക് ഞങ്ങളെടുത്ത് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. മിക്കവാറും പേര് ഞങ്ങളിപ്പോൾ ഒരു ജീവിതമാർഗ്ഗം ഇല്ല. മുനിസിപ്പാലിറ്റി അങ്ങോട്ട് ഓടിക്കും, ഇങ്ങോട്ട് ഓടിക്കും, അങ്ങോട്ട് ഓടിക്കും, ഇങ്ങോട്ട് ഓടിക്കും. മുനിസിപ്പാലിറ്റിന് തന്നെ പ്രോപ്പർട്ടി ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് എഗ്രിമെൻറ്റ് സെക്രട്ടറി വച്ച് തന്നേക്കുന്നതാണ്. പുനർ സംവിധാനം തരാണ്ട് ഞങ്ങളിവിടുന്ന് മാറില്ല. കാരണം കാണിച്ച് ഇവിടെ തന്നെ നമുക്ക് വേണം.
അപ്പുറത്തെ സ്ഥലത്താണ് സ്റ്റേ ഉള്ളതാണ്. പരിസരവാസികളുടെ സ്റ്റേ ഉണ്ട്. അവർക്ക് മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തതിൻ്റെ ഇതാണ് കോപ്പിയാണത്. അതായത് അവിടെ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട്. പ്രേക്ഷകരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. സർക്കാർ എത്രയും പെട്ടെന്ന് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക എന്ന് എബ്രഹാം തോമസ് പറയുന്നുണ്ട്. വ്യാപാരികളോട് ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ബിസിനസ് വളരും, സൗഹൃദമായിക്കൂടെ എന്ന സീന മുഹമ്മദിന്റെ ചോദ്യം ഈ വാർത്ത കാണുമ്പോൾ. മലപ്പുറത്ത് കാട്ടാന ആക്രമണം. വഴിക്കടവ് പുഞ്ചക്കൊല്ലി നഗറിലാണ് സംഭവം. പുഞ്ചക്കൊല്ലി നഗറിലെ നെടുമുടിയാണ് ആക്രമണത്തിന് ഇരയായത്. വിപിൻ സി വിജയനുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ വിപിൻ, ഇതെവിടെ വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്? ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെ? വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് 4:30 കൂടിയാണ് വീണ്ടും മലപ്പുറത്ത് കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത്. വഴിക്കടവ്, അതായത് നിലമ്പൂരിനടുത്തുള്ള വഴിക്കടവ് പുഞ്ചക്കൊല്ലി ആദിവാസി നഗറിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അതിൽ നെടുമുടി, അവിടെ അറിയപ്പെടുന്നത് ചടയൻ എന്നാണ്, അദ്ദേഹത്തിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൈക്കും കാലിനും അതുപോലെ തന്നെ ഇടുപ്പിനുമാണ് പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ചികിത്സ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ 4:30 ഈ സംഭവം ഉണ്ടായതിനു ശേഷം കാര്യങ്ങൾ പുറത്ത് അറിഞ്ഞ് വനപാലകരും ഒപ്പം തന്നെ ആംബുലൻസ് ഉൾപ്പെടെ അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. എന്നാൽ ഈ പുഞ്ചക്കൊല്ലി എന്നുള്ള പ്രദേശത്തേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല. അവിടെ നിന്നും ആളുകൾ അദ്ദേഹത്തെ താങ്ങി പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. ഒരു താൽക്കാലിക പാലമൊക്കെ കടന്നിട്ട് വേണം ഈ ആംബുലൻസ് ഒക്കെ നിൽക്കുന്ന പ്രദേശത്തേക്ക് പോലെ എത്താൻ. അങ്ങനെ താങ്ങി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഒപ്പം തന്നെ ഈ കാട്ടാനയെ കണ്ട് അവിടെ ഒരു ചോലയുണ്ടായിരുന്നു. ആ ചോലയിലെ വെള്ളത്തിന്റെ സംവിധാനം ശരിയാക്കാൻ പോയ സമയത്ത് കാട്ടാന ആക്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ സമയത്ത് ആന തുമ്പിക്കൈ കൊണ്ട് ആക്രമിച്ചു, തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിയുകയായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. അതിൽ നിന്ന് പിന്നീട് ഉരുണ്ട് അദ്ദേഹം മാറുകയായിരുന്നു. അങ്ങനെയാണ് ഈ കൈക്കും കാലിനും ഏറ്റിട്ടുള്ളത്. തുമ്പിക്കൈയുടെ ആക്രമണത്തിലാണ് അദ്ദേഹത്തിന്റെ നട്ടലിന്റെ ഭാഗത്തും പരിക്കേറ്റിരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഇത് ആദിവാസി നഗറാണ്, വനത്തിനുള്ളിലുള്ള സ്ഥലമാണ്. ആ പ്രദേശത്ത് അതിന്റെ ഏറ്റവും എൻഡിലുള്ള ഒരു വീട്ടിലാണ് ഇവർ കഴിയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സമയത്താണ് ഇപ്പോൾ വീണ്ടും ഒരു നിലമ്പൂരിൽ തന്നെ ഒരു കാട്ടാനയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത്. ഉന്മേഷ്, ഇത് വനത്തിനുള്ളിൽ വെച്ച് അങ്ങനെയാണോ വനംവകുപ്പ് പറയുന്നത്? വിപിൻ, അത് ഈ പുഞ്ചക്കൊല്ലി ആദിവാസി നഗർ തന്നെ ഒരു വനമേഖലയാണ്. ഈ പ്രദേശത്ത് നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെ ഈ ഒരു കാട്ടാനയുടെ ശല്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ചോലയുടെ ഭാഗത്തേക്ക് പോയതായിരുന്നു നെടുമുടി. ഈ സമയത്താണ് ആനയുടെ ഒരു ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. കാരണം അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ പുറത്തേക്ക് വന്ന് അതേക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ. കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ സംസാരിച്ചു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നും ചികിത്സ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കൈക്കും കാലിനുമൊക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത്. തുമ്പിക്കൈ കൊണ്ടുള്ള ആക്രമണം എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. ആ പ്രദേശത്ത് ആനയെ കണ്ട് ഭയന്ന് ഓടുകയായിരുന്നു. ഈ സമയത്ത് ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു എന്നുള്ളതുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം. ഉന്മേഷ്, ശരി വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ട കുളനട കടലിക്കുന്ന് മണ്ണെടുപ്പിനെതിരെ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. മണ്ണെടുപ്പിനിടെയുണ്ടായ അപകടത്തിൽ ഈ അടുത്ത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചിരുന്നു. പിന്നാലെ അവിടുത്തെ മണ്ണെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തു. തൊഴിലാളിയുടെ ജീവൻ നഷ്ടമാകാൻ കാരണം സുരക്ഷാ വീഴ്ച എന്ന ആക്ഷേപം ഇപ്പോൾ ഉയരുന്നുണ്ട്. വ്യാപക മണ്ണെടുപ്പ് വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാക്കും എന്നുള്ള ആശങ്കയും ഉയരുന്നുണ്ട്. മണ്ണെടുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ആരംഭിച്ചിട്ട് മാസങ്ങളായി. പക്ഷേ ഇവർ എത്ര പ്രതിഷേധിച്ചിട്ടും അധികാരികൾക്ക് ഒരനക്കവുമില്ല. കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് ദൂരവ്യാപക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്ത് അനിയന്ത്രിതമായി മണ്ണെടുപ്പ് തുടർന്നാൽ വലിയ പാരിസ്ഥിതിക ദുരന്തമുണ്ടാകുമെന്ന് നാട്ടുകാർ. ഒരു 1000, 1500, 2000 കൃഷി കൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവർക്ക് കിട്ടുന്ന വെള്ളം, കൃഷി ചെയ്യുന്നതിന് വേണ്ടി വെള്ളം ഈ ഉണക്ക് സമയത്ത്, അതായത് നമുക്കൊരു നവംബർ, ഡിസംബർ മുതൽ വെള്ളം പ്രശ്നമില്ലാതെ പോകുന്ന ഈ മല കാരണമാണ്. അതുപോലെ ഈ മല ഇടിച്ചിൽ, ഇപ്പോൾ ഇവരെടുക്കുന്ന ഒരു ഭാഗം മാത്രം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ വലിയ 100-300 അടി തൂക്കായിട്ടുള്ള ഗ്യാപ്പ് വരും. ആ മേളിലുള്ള മല ബാക്കി നിൽക്കുക. ആ മല മുഴുവൻ ഇടിഞ്ഞ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 3-4 വാർഡുകൾ കുളനട പഞ്ചായത്തിലെ നശിക്കും. മണ്ണെടുപ്പിനിടെ ഇതര സംസ്ഥാന തൊഴിലാളി അപകടത്തിൽ മരിച്ചിരുന്നു. പിന്നാലെ പ്രദേശത്തെ മണ്ണെടുക്കൽ താൽക്കാലികമായി നിർത്തി. തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം സുരക്ഷാ വീഴ്ചയെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ജിയോളജി ഓഫീസിലേക്കും അടൂർ RD ഓഫീസിലേക്കും നാട്ടുകാർ പ്രതിഷേധ മാർച്ചുകൾ നടത്തിയിരുന്നു. പിന്നാലെ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അതേസമയം കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് നിയമപരമായിട്ടാണെന്നാണ് സ്ഥലമുടമ പറയുന്നത്.
വിവിധ സർക്കാർ പദ്ധതികൾക്കുൾപ്പെടെയാണ് ഇവിടെ നിന്നുള്ള മണ്ണ് ഉപയോഗിക്കുന്നത്. മണ്ണെടുപ്പ് അവസാനിപ്പിച്ച് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും വരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. നാട്ടുകാർ ആരോപിക്കുന്നത് പോലെ ചട്ടവിരുദ്ധമായാണ് മണ്ണെടുപ്പെങ്കിൽ അതിൽ നടപടി സ്വീകരിക്കേണ്ടത് അധികൃതരാണ്. ഒരു ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് കൃത്യമായ ഇടപെടൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്തണം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. ഇനിയും ഒരു കുടിവെള്ള പ്രശ്നത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മലപ്പുറം തിരൂരിലാണിത്. അവിടെ തിരുത്തുമ്മൽ പ്രദേശത്ത് കഴിഞ്ഞ 8 മാസമായി കുടിവെള്ള പ്രതിസന്ധിയുണ്ട്. തീരദേശ മേഖലയിലെ 90ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി ദുരിതമനുഭവിക്കുന്നത്. ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതാണ് നിലവിലെ പ്രശ്നത്തിന് കാരണം. തിരുത്തുമ്മൽ ഗ്രാമം 3 വർഷവും കടലിനാൽ ചുറ്റപ്പെട്ടതിനാൽ ലഭ്യമായതെല്ലാം ഉപ്പുവെള്ളമാണ്. പഞ്ചായത്ത് വിതരണം ചെയ്യുന്ന നാമമാത്രമായ കുടിവെള്ളം മാത്രമാണ് ഈ നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആശ്രയം. ജൽജീവൻ പദ്ധതി മുഖേന ലഭിച്ചിരുന്ന ശുദ്ധജലം ഈ പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ 8 മാസം മുൻപ് പദ്ധതിയുടെ പ്രധാന പൈപ്പ് പുഴയുടെ സമീപത്ത് പൊട്ടിയതോടെയാണ് ജലവിതരണം പൂർണ്ണമായി നിലച്ചത്. പ്രദേശത്തെ കിണറുകളിലും വെള്ളമുണ്ട്, പക്ഷേ ഉപ്പുവെള്ളമാണ്, കുടിക്കാൻ കഴിയില്ല. പ്രശ്നം തുടർന്നതോടെ കളക്ടർ അടക്കമുള്ള നിരവധി അധികാരികളെ സമീപിച്ച് നാട്ടുകാർ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. നമ്മൾ കളക്ടറേറ്റിനെ അപ്രോച്ച് ചെയ്തിരുന്നു, ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് എനിക്ക് റിവേർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 മാസം 3 മാസം കഴിഞ്ഞ് റിവേർട്ട് കിട്ടി. എന്നിട്ട് എനിക്ക് കേരള വാട്ടർ അതോറിറ്റീൻ്റെ കോൾ വന്നിട്ടുണ്ടായിരുന്നു, തിരൂർ വാട്ടർ അതോറിറ്റി. അവരെന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതെന്ന്. എന്താ പറയുക, അവരുടെ കീഴിലല്ല ഇത് വരുന്നത്, ദാറ്റ്സ് റൈറ്റ് തിങ്, ബട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ, അതെല്ലാം കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും അവർ റെഡിയല്ല. ആരും ഒരു ആക്ഷൻ എടുക്കാനും റെഡിയല്ല. ഇങ്ങനെ ചുറ്റുപാടും നോക്കുകയാണെങ്കിൽ നിറച്ച് വെള്ളമാണ് കാണുന്നത്. പക്ഷെ നമുക്കൊരു തുള്ളി വെള്ളം കുടിക്കാൻ ഒരു തുള്ളി വെള്ളം ഇല്ല എന്ന് പറയുമ്പോൾ എത്ര അയോണിയായിട്ടുള്ളൊരു കാര്യമാണത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട ജനങ്ങൾ സമരവുമായി രംഗത്ത് വന്നിരുന്നു. പൊട്ടിയ പൈപ്പ് നന്നാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഒരാഴ്ചക്കകം കുടിവെള്ള വിതരണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്നുമാണ് പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം. പൈപ്പ് പൊട്ടി കുടിവെള്ളം നിലച്ച ഈ നാട്ടുകാർക്ക് അല്പം ആശ്വാസം നൽകുന്നതാണ് നവീകരണ പ്രവർത്തികൾ തുടക്കമായി എന്നുള്ള കാര്യം. എങ്കിലും ജലവിതരണത്തിന് ഒരു ശാശ്വത പരിഹാരമില്ലാതെ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരിക എന്നുള്ളത് ഏറെ പ്രയാസം നൽകുന്നത് തന്നെയാണ്. ക്യാമറാമാൻ അബിദ് കല്ലായ്ക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. തിരുത്തുമ്മൽ ഗ്രാമത്തിന് ചുറ്റും ഉപ്പുവെള്ളമാണ്. കിണറുകളിലും ഉപ്പുവെള്ളമാണ്. ഇവരുടെ ഏക ആശ്രയം പഞ്ചായത്ത് നൽകുന്ന വെള്ളമായിരുന്നു. പൈപ്പ് പൊട്ടിയതോടെ പ്രതിസന്ധിയിലായ പ്രദേശവാസികളുടെ ദുരിതമാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ചില പ്രതികരണങ്ങളിലേക്ക് കൂടി. 8 മാസമായി ഞങ്ങൾക്ക് കുടിവെള്ളം ഇങ്ങനെ ഈ പൈപ്പ് പൊട്ടിയിട്ട് ബന്ധമായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ റോട്ടുമ്മ കൂടി ഇങ്ങനെ കൊടുത്തിട്ട് ലേശം വെള്ളം ഞങ്ങൾക്ക് തന്നതുകൊണ്ടൊന്നും ആവില്ല. 2-3 ബക്കറ്റ് വെള്ളം തന്നുകൊണ്ടൊന്നും ആവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പൈപ്പ് നേരാക്കി തരണം. ആ പൈപ്പിൽ ആ വെള്ളം മതി ഞങ്ങൾക്ക്. ഓല് പറയും നിങ്ങൾക്ക് വെള്ളം തരണില്ലേന്ന്. ഈ 2 ബക്കറ്റ് വെള്ളം എൻ്റെ വീട്ടിലേക്ക് എത്തണില്ലല്ലോ. വൈക്ക കൊടുത്ത് തന്നുകൊണ്ടായാ ഇല്ല. ബുധനാഴ്ച വെള്ളം തന്നില്ലെങ്കിൽ വ്യാഴാഴ്ച പഞ്ചായത്ത് അടപ്പിക്കണം. അതിനെല്ലാവരും റെഡിയായി നിന്നോളി. ബക്കറ്റ് വണ്ടി വെള്ളം ഇനി വേണ്ട. 3 ബക്കറ്റ് വെള്ളം കിട്ടിയോണ്ട് എന്തൊക്കെ ആവാനാണുള്ളത് വീട്ടിൽ. പിന്നെ ഈ പൈസ കൊടുത്തിട്ട് അടിച്ച് കുറേ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ അടിക്കൽ തുടങ്ങിയിട്ട് ഇനി അങ്ങനെ പൈസ കൊടുത്ത് അടയ്ക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തിൽ എന്തായാലും നല്ലൊരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾക്ക് ഈ കുടിവെള്ളം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സാധിക്കുക തന്നെ വേണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കുടിവെള്ളം, ഈ ലൈൻ വെള്ളം മാത്രമേ ഇവിടെ ആവശ്യമായിട്ടുള്ളൊരു പരിഹാരമുള്ളൂ. കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഈ ലൈനിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. ചുറ്റുഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശം നിറയെ ഉപ്പുവെള്ളമാണ്. ഇപ്പോൾ ഏകദേശം 8 മാസത്തോളമായി ഈ കുടിവെള്ളം പൂർണ്ണമായിട്ടും ഇവിടെ നിലച്ചിട്ട്. അതിന് കാരണം ഈ പുഴ ക്രോസ് ചെയ്തിട്ടാണ് ഒരു ലൈന് വരുന്നത്. ആ പുഴയുടെ നടുവിൽ ഈ പൈപ്പ് പൊട്ടിയതിൻ്റെ പേരിൽ ഇങ്ങോട്ട് വരുന്ന വെള്ളം ഇപ്പോൾ തടസ്സം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പഞ്ചായത്ത് അധികൃതർ പൂർണ്ണമായിട്ടും അവർ കണ്ണ് തുറന്ന് ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനുള്ളൊരു പരിഹാര മാർഗം ഉണ്ടാക്കി തരണം. പ്രശ്നത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകണമെന്ന് രവികുമാർ PB പറയുന്നുണ്ട്. വെള്ളമുണ്ടായിട്ട് കുടിക്കാൻ മാത്രം വെള്ളമില്ലാത്ത അവസ്ഥയെന്ന് ആശ പറയുന്നുണ്ട്. അവരുടെ കുടിവെള്ള പ്രശ്നത്തിനുടൻ പരിഹാരമുണ്ടാകുമെന്നാണ് നമ്മുടെയും പ്രതീക്ഷ. മലയാള സിനിമാ നടിമാരുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് യുവാവ് അറസ്റ്റിലായി എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. കരുമാരൂർ സ്വദേശി ശരത് ഗോപാലിനെ ഇൻഫോ പാർക്ക് പോലീസാണ് ഇപ്പോൾ പിടികൂടിയത്. പറവൂരിലെ കോളേജിലെ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, വിവരങ്ങൾ എന്തൊക്കെയാണ്?
നേരത്തെ മലയാള സിനിമയിലെ പ്രമുഖ നടിമാരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയും അവരുടെ നഗ്ന ഫോട്ടോകൾ നിർമ്മിക്കുകയും ചെയ്തു എന്ന് 2 നടിമാരായിരുന്നു പോലീസിൽ പരാതി നൽകിയിരുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ പ്രതിയെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കരുമാലൂർ സ്വദേശിയായ ശരത് ഗോപാൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ പറവൂരിലെ സ്വകാര്യ കോളേജിലെ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ഈ ഇൻസ്റ്റഗ്രാമിലൂടെയും മറ്റും ശേഖരിക്കുന്ന ഫോട്ടോകളാണ് ഇയാൾ മോർഫ് ചെയ്ത് നഗ്ന വീഡിയോകളും ഫോട്ടോകളുമാക്കി പ്രചരിപ്പിച്ചിരുന്നത്. ഇതിനു വേണ്ടി തന്നെ ഇൻസ്റ്റഗ്രാമിൽ 3-ലധികം അക്കൗണ്ടുകൾ പ്രതിക്ക് ഉണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം വർക്കലയിൽ തെരുവുനായുടെ ആക്രമണം. 8 വയസ്സുകാരൻ മേഘലിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. വീടിന് മുന്നിൽ നിന്ന് പത്രം എടുത്ത് തിരികെ പോകുമ്പോഴായിരുന്നു ഈ ആക്രമണം. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, എപ്പോഴായിരുന്നു ഈ സംഭവം? വിവരങ്ങൾ. ഉന്മേഷ്, ഈ 4ാം ക്ലാസ്സുകാരനായിട്ടുള്ള മേഹൽ എന്ന വിദ്യാർത്ഥി ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവം ഉണ്ടാകുന്നത് ഈ കുട്ടി പത്രമെടുക്കാനായി വീടിന് മുന്നിലേക്ക് ഇറങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അത് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ കുട്ടിയുടെ മുഖത്തും കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയുടെ ഈ കാലിൻ്റെ തുടയുടെ ഇറച്ചി അല്ലെങ്കിൽ ആ ശരീരഭാഗം പൂർണ്ണമായും മാറിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായിട്ടുള്ളൊരു പരിക്ക് തന്നെയാണ് കുട്ടിക്ക് ഏറ്റിട്ടുള്ളത്. അതിൽ പ്രധാനമായും 6 മാസം മുന്നേ കുട്ടിക്ക് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ ഈ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് ഈ കുടുംബമടക്കം ഈ തെരുവുനായയുടെ ശല്യം കാണിച്ചുകൊണ്ട് ഒരു പരാതി അടക്കം നൽകിയിരുന്നു. പക്ഷേ അതിലൊരു നടപടി എടുക്കുന്നില്ല, അല്ലെങ്കിൽ നഗരസഭ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ള ആരോപണം കൂടി ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായി തന്നെ തെരുവുനായയുടെ ആക്രമണം ഏറ്റിട്ടുണ്ട്, കടിയേറ്റിട്ടുണ്ട്. അതിൽ ഈ ഒരിക്കൽ കടിയേൽക്കുകയും പിന്നീട് കുട്ടി ഒരു കുഴിയിലേക്ക് വീഴുകയും ആ കുഴിയിൽ നിന്ന് കൂടി കുട്ടിക്ക് കടിയേറ്റു. അങ്ങനെ ഒരു ദയനീയ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് മേഘൽ എന്ന 4ാം ക്ലാസ്സുകാരൻ. ശരി, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലക്ഷങ്ങൾ മുതൽ മുടക്കി പണിയുന്ന നിരവധി പദ്ധതികളുണ്ട് നാട്ടിൽ. അതിൽ ചിലതൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിക്കും. ചിലത് ഒരു ഉപകാരവുമില്ലാതെ നിന്നുപോകുന്ന അവസ്ഥയുമുണ്ട്. പറഞ്ഞു വരുന്നത് ഇടപ്പള്ളി ശാന്തി സദനം ഗ്യാസ് ശ്മശാനത്തെക്കുറിച്ചാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ബെന്നി ബെഹനാൻ MLA ആയിരുന്ന സമയത്ത് 2012-2013 ആസ്തി വികസന ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഇടപ്പള്ളി ശാന്തി സദനം ശ്മശാനത്തിലെ ഗ്യാസ് ക്രിമറ്റോറിയം. ആദ്യം പല കാരണങ്ങളാൽ പദ്ധതി നിന്നുപോയി. പിന്നീട് PT തോമസ് 2016 പദ്ധതി പുനരാരംഭിച്ചു. പണി പൂർത്തിയായി 2023 ഉമാ തോമസ് MLA ക്രിമറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഇടപ്പള്ളി ശാന്തി സദനത്തിൽ ആധുനിക സംവിധാനങ്ങളോടെ ക്രിമറ്റോറിയം വന്നു. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. എടപ്പള്ളി പോലുള്ള ഒരു പ്രദേശത്ത് ഈ ക്രിമറ്റോറിയത്തിൻ്റെ ആവശ്യകത വളരെ അത്യാവശ്യമാണ്. ഗ്യാസ് സബ്സിഡിക്ക് വേണ്ടി കൊച്ചിൻ കോർപ്പറേഷൻ കേരള ഗവൺമെൻറ്റിന് അപേക്ഷ കൊടുത്താൽ മാത്രമേ കേരള ഗവൺമെൻറ് അതിന് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കണം. ആ സെൻട്രൽ ഗവൺമെൻറ് അത് അനുവദിച്ചാൽ മാത്രമേ നമുക്ക് ഗ്യാസ് സബ്സിഡി കൊടുക്കുവാൻ പറ്റുകയുള്ളൂ. പ്രവർത്തനം ആരംഭിക്കാത്തതിന് കാരണങ്ങൾ പലതാണ് പറയുന്നത്. മൃതശരീരങ്ങൾ ദഹിപ്പിക്കുമ്പോൾ ഹിന്ദു ആചാരപ്രകാരമുള്ള അസ്ഥികൾ എടുക്കാന്നുള്ള കാര്യത്തിന് തടസ്സങ്ങളുണ്ടാകുമെന്നാണ് ഒരു വിഭാഗം ആൾക്കാരുടെ ആക്ഷേപം ഉണ്ടായിരുന്നത്. മറ്റൊന്നുണ്ടായത് അന്ന് പറഞ്ഞത് ഇവിടെ 6000 രൂപയോളം ചിലവ് വരും ഈ ക്രിമറ്റോറിയം ഉപയോഗിക്കുന്നതിന്. ഇതൊന്നും ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങളല്ലായിരുന്നു. പക്ഷേ അത് വെച്ചുകൊണ്ടാണ് ഇതിന് ചെയ്യാനായിട്ട് തടസ്സങ്ങളുണ്ടായത്. അന്ന് ക്രിമറ്റോറിയത്തിൻ്റെ സൂക്ഷിപ്പുകാരനും ഇതൊക്കെ തന്നെ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ചിലവ് കൂടുതലാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടുന്ന കാരണം. അതിൽ കൃത്യമായ ഇടപെടൽ നടത്തി എത്രയും പെട്ടെന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ഒരാൾ ചാർജ് എടുത്ത് വന്നപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നപ്പോഴേക്കും പറഞ്ഞ് 4500 രൂപ കൊണ്ട് ഇവിടെ ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അടുത്ത ദിവസം മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ വേറെ പുതിയ മരണാവശ്യങ്ങളും മറ്റുമൊക്കെ വന്ന് ഇത്തിരി തിരക്കുകളിൽ എല്ലാവരും ആയിപ്പോഴും ഇപ്പോൾ തിങ്കളാഴ്ചയോട് മേയറായിട്ട് കണ്ട് സംസാരിക്കാമെന്ന് ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്.
രണ്ടുമല്ല, ലക്ഷങ്ങൾ മുതൽ മുടക്കി പണി കഴിപ്പിക്കുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു. പിന്നെ അത് ആർക്കും ഉപകാരമില്ലാതെ ദാ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, പിന്നെ എന്തിനായിരുന്നു ഇത്? അൻമരിയ സനി, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. തൃശ്ശൂരിൽ വടക്കേക്കാട് എരിഞ്ഞിപ്പടിയിൽ വീട്ടിലെ മോട്ടോർ നന്നാക്കുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വടക്കേക്കാട് സ്വദേശി ഫക്രുദ്ദീനാണ് മരിച്ചത്. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വിശദാംശങ്ങൾ. ഉന്മേഷ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ അപകടമുണ്ടാകുന്നത്. വടക്കേക്കാട് എരഞ്ഞിപ്പടിയിൽ വീട്ടിലെ മോട്ടോർ നന്നാക്കുന്നതിനിടയിലാണ് യുവാവിന് ഷോക്കേൽക്കുന്നത്. വടക്കേക്കാട് സ്വദേശിയായിട്ടുള്ള ഫക്രുദ്ദീനാണ് ഷോക്കേറ്റ് മരിച്ചത്. വീട്ടിലെ ഈ മോട്ടോർ നന്നാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഫക്രുദ്ദീന് ഈ മോട്ടോറിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. ഈ സമയത്ത് തൊട്ടടുത്ത് അമ്മയുണ്ടായിരുന്നു. അമ്മ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നത് കേട്ട് നാട്ടുകാർ ഓടിയെത്തി. അവർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനോടകം തന്നെ മരണം സംഭവിച്ചിരുന്നു. ആശുപത്രിയിലടക്കം ഇവർ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്, സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുഃഖാചരണം അത് അവസാനിക്കുകയാണ്. 9 ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷം മെയ് ദിനത്തോടനുബന്ധിച്ച് മെഗാ മ്യൂസിക് കൺസേർട്ടിന് റോം ഒരുങ്ങി. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കൺസേർട്ട് സെന്റ് ജോൺ ലാട്രൻ ബസിലിക്കയ്ക്ക് സമീപത്തുള്ള സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അവിടെ നിന്ന് 24 എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ് ചേരുന്നുണ്ട് തത്സമയം. പി ജെയിംസ്, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്? ഞാൻ റോമ നഗരത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. ഇവിടെ 9 ദിവസത്തെ ദുഃഖാചരണം, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലം ചെയ്ത ശേഷമുള്ള ദുഃഖാചരണം തീർന്നിരിക്കുകയാണ്. ഇന്ന് മെയ് ദിനമാണ്. മെയ് ദിനത്തിൽ റോം ഒരു ഉത്സവ ലഹരിയിലേക്ക് നീങ്ങുകയാണ്. 1990 മുതൽ 35 വർഷമായി മെയ് 1-ാം തീയതി ഇവിടെ മ്യൂസിക് ഫെസ്റ്റിവലാണ്. കൺസേർട്ട് എന്ന പേരിലുള്ള മ്യൂസിക് ഫെസ്റ്റിവൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:30 മണിയാണ്. ഇന്ത്യൻ സമയം ഒരുപക്ഷെ 7 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ മുഴുവൻ 10,000-കണക്കിന് ചെറുപ്പക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഇത് ഇപ്പം 3:30 മണി ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. 7 മണി 8 മണിയാകുമ്പോൾ ഇവിടെ 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ആൾക്കാരാണ് ഈ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എത്തുക. ഒരുപക്ഷെ ദുഃഖാചരണത്തിന് ശേഷം വലിയ ഒരു മ്യൂസിക്കിൻ്റെ മൂഡിലാണ് ജനങ്ങൾ. എന്ന് മാത്രമല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംഗീതത്തെക്കുറിച്ചുള്ള പ്രതികരണം പറഞ്ഞുകൊണ്ടാണ് ഈ മ്യൂസിക് ഫെസ്റ്റിവൽ ഇപ്പോൾ ആരംഭിക്കുന്നത്. മ്യൂസിക് ഫെസ്റ്റിവലിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, സംഗീതം ജീവിതത്തിൻ്റെ ഒരു ലഹരിയാണ്. സംഗീതത്തെ നമുക്ക് മറക്കാനാവില്ല. സംഗീതം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഉദ്ധരണികൾ ഉതിർത്തുകൊണ്ടാണ് ഈ റോമിൽ മ്യൂസിക് ഫെസ്റ്റിവൽ ആരംഭിച്ചിട്ടുള്ളത്. മ്യൂസിക് ഫെസ്റ്റിവലിൽ ഇപ്പോൾ 10,000-കണക്കിന് ആൾക്കാർ, ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർ മ്യൂസിക് ലഹരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോമിലെ യങ്സ്റ്റേഴ്സ് ഓഫ് റോം ഓൾ ആർ ഹിയർ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് സെന്റ് ജോൺ ലാട്രൻ ചർച്ചിൻ്റെ സ്റ്റേഡിയത്തിലാണ് ഇത് ചേർന്നിരിക്കുന്നത്. ലാട്രൻ ചർച്ചിൻ്റെ വിഷ്വൽസ് ഇപ്പോൾ കാണാം. ലാട്രൻ ചർച്ച് റോമിലെ 4 ബസിലിക്കകളിൽ ഒന്നാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, സെന്റ് ജോൺ ബസിലിക്ക, സെന്റ് മേരീസ് മേജർ ബസിലിക്ക ആൻഡ് 4ാമത്തെ ബസിലിക്ക അറിയപ്പെടുന്നത് സെന്റ് പോൾസ് ബസിലിക്കയാണ്. അതിൽ സെന്റ് ജോൺസ് ബസിലിക്കയുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അടുത്തുള്ള കോർപ്പറേഷൻ സ്റ്റേഡിയമാണിത്. എല്ലാ വർഷവും ഇവിടെ വെച്ചാണ് ഈ സംഗീത നിശ നടക്കുന്നത്. 1990-ലാണ് മെയ് ദിനത്തിൽ ഇവിടുത്തെ തൊഴിലാളി ട്രേഡ് യൂണിയൻ സംഘടനകളാണ് ഇത് ആരംഭിച്ചത്. തൊഴിലാളി സംഘടനകളുടെ മേജർ ട്രേഡ് യൂണിയൻസ് ഇൻ റോം അവർ ആണിത് സംഘടിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് ഇവിടെ ഇത് ആഘോഷിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വല്ലാത്തൊരു രീതിയിൽ ജനങ്ങളെ ഭ്രമിപ്പിക്കുന്ന, ചെറുപ്പക്കാരെ മുഴുവൻ ആകർഷിക്കുന്ന ഒരു ദൃശ്യമാണ്. അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പാട്ട് തീർന്നിരിക്കുന്നു. അടുത്ത ഗാനത്തിലേക്ക് പോവുകയാണ്. ഇത് ഏതാണ്ട് നിർത്താതെ ഇറ്റലിയിലെ പ്രധാന സംഗീതജ്ഞർ, യൂറോപ്പിലെ പ്രമുഖരായിട്ടുള്ള ആർട്ടിസ്റ്റ് എല്ലാവരും ഇവിടെ പാടാനെത്തും. ഒരുപക്ഷെ യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ സംഗീതമേളകളിൽ ഒന്നായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വിഷ്വൽസ് മുഴുവൻ ഇനിയും ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത ഒരു 5-6 മണിക്കൂർ നേരം, 5 to 6 hours ഇവിടെ ഒരു സംഗീതത്തിൻ്റെ വലിയ മേളമായിരിക്കും. അത് ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. റോമിലെ ഹൃദയഭാഗത്ത് തന്നെയാണ് സെൻറ്റ് ജോൺസ് ലാട്രിൻ ബസിലിക്കയുടെ മുൻവശത്തുള്ള സ്റ്റേഡിയത്തിലാണ്, കോർപ്പറേഷൻ
സ്റ്റേഡിയത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 10,000-ങ്ങൾ ഇവിടെ ഒഴുകിയെത്തി കഴിഞ്ഞു. ഉന്മേഷ്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് കൂടി. എറണാകുളം പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് ഹെറോയിൻ പിടികൂടി. അസം സ്വദേശികളായ 4 പേരാണ് പിടിയിലായത്. റാഫി കരീമുണ്ട് കൊച്ചിയിൽ നിന്ന്. റാഫി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, 4 പേരിൽ നിന്നായി 110 ഗ്രാമാണ് ഹെറോയിൻ. 110 ഗ്രാം ഹെറോയിനാണ് ASPയുടെ സ്ക്വാഡ് പിടികൂടിയിരിക്കുന്നത്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു പരിശോധനയിലായിരുന്നു ഈ ഹെറോയിൻ പിടികൂടിയത്. ഇവർ ആസാമിൽ നിന്ന് ആലുവയിലേക്ക് ട്രെയിൻ മാർഗം എത്തിയതാണ്. തുടർന്ന് അവിടെ നിന്ന് ഈ ഹെറോയിനുമായി ഓട്ടോറിക്ഷയിൽ പെരുമ്പാവൂർക്ക് പോകുന്നതിനിടെയാണ് 4 പേരെയും പിടികൂടിയത്. ഇവരിൽ നിന്ന് 110 ഗ്രാം ഹെറോയിനാണ് നിലവിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. 4 പേരും ആസാം സ്വദേശികളാണ്. ഈ ആലുവ റൂറൽ SP-ക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരമായിരുന്നു ഇവരിൽ നിന്ന് ഇത്തരത്തിലൊരു ഹെറോയിൻ പിടികൂടാനുള്ള കാരണം. തുടർന്ന് പെരുമ്പാവൂർ ASPയുടെ സ്ക്വാഡും തടിയിട്ടപറമ്പ് പോലീസും ചേർന്നാണ് ഇവരിൽ നിന്ന് ഈ ഹെറോയിൻ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഇവർ 4 പേരും, ഇതിൽ 2 പേർ സഹോദരങ്ങളാണ്. ഇവർ പെരുമ്പാവൂരിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, ആസാമിൽ നിന്ന് സ്ഥിരമായി ലഹരി കടത്തുന്ന ഒരു സംഘമാണ് എന്നുള്ളതാണ് പോലീസിന് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതനുസരിച്ചുള്ളൊരു പരിശോധനയായിരുന്നു. ഇവർ ഈ വലിയൊരു ലഹരി സംഘത്തിൻ്റെ കണ്ണികളാണ് എന്നുള്ള സൂചനകളും പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇവർ മുൻപും ഇത്തരത്തിൽ പെരുമ്പാവൂരിലേക്ക് ഹെറോയിനും കഞ്ചാവും അടക്കമുള്ള ലഹരികൾ ആസാമിൽ നിന്ന് എത്തിക്കുന്ന സംഘമാണ് എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇനിയുള്ള നടപടികൾ ഉണ്ടാവുക. എന്തായാലും പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ലഹരി വിൽപ്പന നടക്കുന്നു എന്നുള്ള വിവരം നേരത്തെ തന്നെ പോലീസിനുണ്ടായിരുന്നു. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ലഹരി പരിശോധനകളും സമീപ ദിവസങ്ങളിൽ പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നത്. ഈ സൂചനകളിൽ നിന്നാണ് ഇവരാണ് ഈ പെരുമ്പാവൂരിലേക്ക് പ്രധാനമായും ലഹരി എത്തിക്കുന്ന ഒരു സംഘത്തിൽപ്പെട്ട ആളുകൾ. ഇവർ നിലവിൽ ലഹരി എടുക്കുന്നതിന് വേണ്ടി, ഇതിൻ്റെ ഒരു സ്റ്റോക്ക് എടുക്കുന്നതിന് വേണ്ടി ആസാമിലേക്ക് യാത്ര തിരിച്ചു എന്നുള്ള വിവരങ്ങൾ ASPക്ക് ലഭിച്ചിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവർ മടങ്ങി വരുന്ന ഡേറ്റ് അടക്കം കൃത്യമായി പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ ഡേറ്റ് അടക്കം നിരീക്ഷിച്ചുകൊണ്ടാണ് വലിയ ഓർഡർ ഇവിടെ പെരുമ്പാവൂരിൽ ഹെറോയിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെത്തിയ വാഹനം ആലുവ റെയിൽവേ സ്റ്റേഷൻ മുതൽ പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വാഹനത്തിൽ ഇവർ 4 പേരും കയറിയതിന് ശേഷം ഇവിടെ ഇടപാടുകൾ നടത്തുന്ന ആളുകൾ കൂടി ഉൾപ്പെടുമെന്നായിരുന്നു പോലീസിൻ്റെ പ്രതീക്ഷ. അങ്ങനെയാണ് തടിയിട്ടപറമ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് ഇവരെ ASPയുടെ സ്ക്വാഡും തടിയിട്ടപറമ്പ് പോലീസും ചേർന്ന് തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഏകദേശം 10 ലക്ഷത്തോളം രൂപ വില വരുന്ന 110 ഗ്രാം ഹെറോയിൻ പിടികൂടാൻ കഴിഞ്ഞത്. എന്തായാലും ഈ സംഭവം നമുക്ക് ഈ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് പോകാം. സാർ, എങ്ങനെയായിരുന്നു ഇതിൻ്റെ വിവരങ്ങൾ ലഭിച്ചത്? സാർ, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവർ സിവിൽ പോലീസ് ഓഫീസർമാരാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. സാർ, ഏത് നിലയിലായിരുന്നു ഈ ഒരു പരിശോധന? എങ്ങനെയൊക്കെയാണ് ഇത് കിട്ടിയത്? എന്നോട് പറയാം, പിന്നെ പറയാം. നോക്കിക്കൊണ്ടിരിക്കുക, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ശരി റാഫി, അവർ പരിശോധിക്കട്ടെ, പോലീസ് അത് പരിശോധിക്കട്ടെ. റാഫി കരീമാണ് ഈ ഹെറോയിൻ പിടികൂടിയതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെയാണ് ഇവിടെ എത്തിച്ചത്, അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ പോലീസ് അത് ലഭ്യമാക്കും. കാസർഗോഡ് കുമ്പളയിൽ NH66 ടോൾ ഗേറ്റ് നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ദേശീയപാതയിൽ തലപ്പാടി ചെങ്കള റീച്ചിൽ ആരിക്കാടി കടവത്താണ് താൽക്കാലിക ടോൾ ഗേറ്റ് നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ടോൾ ഗേറ്റുകൾ തമ്മിൽ 60 കിലോമീറ്റർ ദൂരം വേണമെന്ന മാനദണ്ഡം നിലനിൽക്കെ ഇപ്പോൾ നിർമ്മിക്കുന്ന ടോൾ ഗേറ്റിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന ആരോപണം ഉയരുന്നുണ്ട്. दूसरा एक है कि 60 किलोमीटर के बीच में टोल नहीं आता है और कुछ जगह चालू है. मैं आज सदन को विश्वास दिलाता हूं, बहुत बार ये गलत काम हो रहा है, इलीगल है. और मैं बता रहा हूं कि इसके बाद 3 महीने के अंदर 60 किलोमीटर के अंदर एक ही टोल नाका होगा, दूसरा होगा तो वो बंद किया जाएगा. കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശം പോലും മറികടന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ നീക്കം. ജനങ്ങളുടെ എതിർപ്പ് അവഗണിച്ച് ടോൾ ഗേറ്റ് നിർമ്മിക്കാൻ പോലീസ് സഹായവും തേടിയിട്ടുണ്ട്. അറുപത് കിലോമീറ്റർ ദൂരപരിധിയിലാണ് ദേശീയപാതയിൽ ടോൾ ഗേറ്റ് നിർമ്മിക്കേണ്ടത്. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ നിലവിലൊരു ടോൾ ഗേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് തലപ്പാടിയിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രം ദൂരമുള്ള കുമ്പളയിൽ
താൽക്കാലിക ടോൾ ഗേറ്റ് നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചത്. തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിന്റെ പണി പൂർത്തിയായെന്നും ടോൾ ഗേറ്റ് നിർമ്മിക്കാൻ മുൻപ് തീരുമാനിച്ച പെരിയ ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിനാലാണ് താൽക്കാലിക ടോൾ ഗേറ്റ് കുമ്പളയിൽ നിർമ്മിക്കുന്നതെന്നുമാണ് ദേശീയപാത അതോറിറ്റിയുടെ വാദം. ടോൾ ഗേറ്റിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനെത്തിയ ജീവനക്കാരെ നാട്ടുകാർ തടഞ്ഞു. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായാൽ മാത്രം ടോൾ പിരിക്കാമെന്നിരിക്കെ തിടുക്കപ്പെട്ട് താൽക്കാലിക ടോൾ ബൂത്ത് ഒരുക്കുന്നത് ജനദ്രോഹ നടപടിയെന്ന് നാട്ടുകാർ. അധികാരികളുമായി സംസാരിച്ചപ്പോൾ നിർമ്മാണ കമ്പനിയും അതുപോലെ തന്നെ NHAIയുടെ കണ്ണൂരിലെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് അത് താൽക്കാലികം എന്നാണ് അവർ പറയുന്നത്. പെരിയയിലെ വർക്ക് പൂർത്തിയാവുന്നതോടുകൂടി അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്നാണ്. അത് ഒരു ചതിയാണ്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കുമ്പളയിൽ അങ്ങനെ ഒരു ടോൾ ബൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലാഭനഷ്ടം കണക്കാക്കി ഇത് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ആശുപത്രി ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മംഗലാപുരത്തെ ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് താൽക്കാലിക ടോൾ ഗേറ്റ് ഇരുട്ടടിയാകുമെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. താൽക്കാലിക ടോൾ ഗേറ്റ് നിർമ്മാണത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട്. ടോൾ ഗേറ്റ് നിർമ്മിക്കാനുള്ള നീക്കം ജനകീയ പ്രക്ഷോഭത്തിലൂടെ തടയണമെന്ന അഭിപ്രായം പൊതുവായി ഉയർന്നു വന്നിട്ടുണ്ട്. 60 കിലോമീറ്റർ മാനദണ്ഡം നിലനിൽക്കെ താൽക്കാലിക ടോൾ ഗേറ്റ് നിർമ്മിക്കാനുള്ള നീക്കം കുത്തക കമ്പനികളെ സഹായിക്കാനാണെന്ന ആരോപണവും ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. കുമ്പളയിലെ ജനങ്ങൾ ആശുപത്രി ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ഒക്കെ മംഗലാപുരത്തെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത്. പുതുതായി ഒരു ടോൾ ഗേറ്റ് കൂടി വരുന്നതോടെ അത് അവരുടെ ദുരിതം ഇരട്ടിപ്പിക്കും. പ്രതികരണങ്ങളിലേക്ക്. കാസർഗോഡ് ടൗണിൽ നിന്ന് നമുക്ക് ഏകദേശം 40 കിലോമീറ്ററിൻ്റെ അകത്ത് വേറെ ടോളും കൂടിയുണ്ട്. ആ ടോളിന് മുമ്പ് മറ്റൊരു ടോളിൽ പൈസ കൊടുത്ത് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അവിടെ തലപ്പാടി ടോൾ വരുന്ന സമയത്ത് പ്രദേശവാസികൾക്കൊക്കെ ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അതിനെ അന്ന് സമരം ചെയ്യുന്ന സമയത്ത് അതൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് അവിടെ പരിസരവാസികളോട് പോയി ചോദിച്ചാൽ അറിയാം അവർക്ക് ഒരു ആനുകൂല്യവും അവിടെ കിട്ടുന്നില്ല എന്നുള്ളത്. ടോൾ കഴിഞ്ഞ് വന്നാൽ ബുദ്ധിമുട്ട് തന്നെ. കാരണം ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ കാസർഗോഡ് എത്തണം. കാസർഗോഡ് അല്ലെങ്കിൽ പെരിയയിലാണ് ഇപ്പോൾ ടോൾ വരേണ്ടത്. അപ്പോൾ കാസർഗോട്ടേക്ക് പോകുന്നതിന് ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മാംഗ്ലൂർ പോകണമെങ്കിലും ടോൾ പാസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യത്തിനെല്ലാം നമ്മൾ ആശ്രയിക്കുന്നത് കാസർഗോഡ് ഹോസ്പിറ്റലിൽ. ഇപ്പോൾ താൽക്കാലം 2 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും കൂടി കാസർഗോഡ് വന്ന സ്ഥിതിക്ക് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. നമുക്കിപ്പോൾ ഒരു മീൻ വാങ്ങാൻ വരണമെങ്കിലും കുമ്പള ടൗൺ ആശ്രയിക്കണം. അതിനുപോലും ടോൾ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ടോൾ മൂലം. ഈ പുതുതായി ഒരു ടോൾ ഗേറ്റ് വരുന്നതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളുമുണ്ട്. ആരിഫ് ഹാഷിമി കളത്തൂർ പറയുന്നു, കുമ്പളയിലെ ടോൾ ഗേറ്റ് നിർമ്മാണത്തിൽ പക്വതയോടെ അധികാരികൾ ഇടപെടേണ്ടതുണ്ട്. രാഷ്ട്രീയ ലാഭമല്ല വേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടിയാകണം എല്ലാം നടപ്പിലാക്കേണ്ടത് എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. US പ്രതിരോധ സെക്രട്ടറിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തിയെന്ന വാർത്ത വരുന്നു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ കേന്ദ്രമെന്നായിരുന്നു ഈ ചർച്ചയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയതിന്റെ വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.